ഉരുൾപൊട്ടൽ അപകടങ്ങളും ഒരുപാട് മരണങ്ങളും സംഭവിച്ച വിവരം നിങ്ങൾ അറിഞ്ഞിരിക്കുമല്ലോ. അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കും സഹായങ്ങൾക്കും വേണ്ടി ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഹെൽപ്പ് ഡെസ്ക് നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത്. നിങ്ങളുടെ എന്താവശ്യത്തിനും ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ തിരക്കാണെങ്കിൽ വോയിസ് മെസ്സേജ് വ്യക്തമായിട്ട് ഇടേണ്ടതാകുന്നു. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഫുഡാണോ, ബ്ലാങ്കറ്റ്സ് ആണോ, ഡ്രസ്സാണോ, ആംബുലൻസ് ആണോ, എന്തിനും വിളിക്കാവുന്നതാണ്. നമ്മുടെ ആംബുലൻസുകൾ അവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഏതാനും ഫാൻസുകൾ അവിടെ എത്തിയിട്ട് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്, ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് മെമ്പേഴ്സ് എത്രയും പെട്ടെന്ന് ഈ അപകട സ്ഥലത്ത് എത്തിച്ചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. നമസ്കാരം ഫ്രണ്ട്സ്, എൻ്റെ പേര് റിജു എന്നാണ്. നമ്മൾ മിനി ട്രാവലിംഗ് എന്നുള്ളൊരു ചാനൽ നടത്തുന്നതാണ്. നിങ്ങളുടെ എല്ലാവരെയും ആ അകമഴിഞ്ഞ ഒരു സഹായത്തിന് ഞമ്മ നന്ദി പറയുന്നുണ്ട്. മനസ്സറിഞ്ഞ് നന്ദി പറയാണ്. 1200 സംതിങ് സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുണ്ട്. നമ്മൾ 1.5 കൊല്ലമായി നടത്തുന്നത്. അപ്പം നമ്മൾ പറയുന്നത്, നമ്മൾ ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് കുറേ വർഷമായി നമ്മുടെ കേരളത്തിൽ. പക്ഷേ നമുക്ക് നേരിടേണ്ട തന്നെ ഭയങ്കര എഫക്റ്റീവ്നെസ് ആണ്. ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ നാട്ടിലും ഇതേപോലെ തന്നെ പ്രളയം വന്നിട്ടുണ്ട് 2019, 2018 ആ സമയത്തൊക്കെ നമുക്ക് അകമഴിഞ്ഞ ഒരു ഏറ്റവും കൂടുതൽ സഹായിച്ചവരാണ് ഈ വയനാട്ടിലുള്ള എൻ്റെ സഹോദരന്മാർ. എനിക്ക് വളരെ വിഷമം തോന്നുന്നുണ്ട്. കാരണം അത്രക്ക് സങ്കടമുണ്ട്. കാരണം ഇവർ നമ്മൾക്ക് വേണ്ടി ഇത്രയും ചെയ്ത് നമ്മൾക്ക് പല കാര്യം ചെയ്യാൻ സഹായിക്കാൻ പറ്റുമെന്നുള്ളൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം എൻ്റെ ഒരു സഹോദരി, എൻ്റെ ഒരു അമ്മ അയാണ് ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. അത്രക്ക് വിഷമമുണ്ട് എൻ്റെ ഉള്ളിൽ. ഞാൻ അത്രക്ക് സങ്കടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് ഗൈസ്, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, എനിക്കിതിന് സബ്സ്ക്രൈബേഷൻ വേണ്ട, ഒരു ലൈക്കും വേണ്ട, ഒരാളും ഷെയറും ചെയ്യണ്ട. പക്ഷെ എൻ്റെ സഹോദരന്മാർ, എൻ്റെ അമ്മ അവിടെ കിടപ്പുണ്ട്. അപ്പം ഞാൻ അതിന് സഹിക്കൂല. അപ്പം അതുപോലെ തന്നെയാണ് നമ്മുടെ ബോച്ചെ നല്ല രീതിയിൽ ഇപ്പം ഇന്ന് ഫ്ലൈറ്റിൽ ഇരുന്നുകൊണ്ട് ഇത് ഞാൻ കണ്ട് ബോച്ചെ. അതേപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സഹോദരന്മാർ, അവർക്ക് വേണ്ടി എല്ലാ സഹായങ്ങളും നിങ്ങൾ ചെയ്യണം. എനിക്ക് പറ്റാവുന്ന സഹായങ്ങൾ ഞാൻ ചെയ്യും. ഞാനൊരു സാധാരണ ഒരു ഉദ്യോഗസ്ഥനാണ്. ഞാൻ ആ ലെവലിൽ നിന്നുകൊണ്ട് എൻ്റെ സഹായങ്ങൾ ഞാൻ എൻ്റെ സഹോദരിക്കും എൻ്റെ അമ്മക്കും വേണ്ടി ഞാൻ ചെയ്യും. അമ്മമാരെന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന ഓരോ അമ്മമാരും, മണ്ണിൻ്റെ അടി കിടക്കുന്ന ഓരോ അമ്മമാരും എൻ്റെ അമ്മയാണ്, എൻ്റെ സഹോദരിയാണ്. അത് ഏത് കാസ്റ്റ്, ഏത് ജാതി എന്നൊന്നും നോക്കുന്നില്ല. എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്. അതേപോലെ തന്നെ നമ്മുടെ വയനാടിന് വേണ്ടി എന്ത് ഞാൻ ചെയ്യും. എൻ്റെ ആത്മമിത്രങ്ങളാണ് എല്ലാവരും. സഹോദരി, അതേപോലെ തന്നെ റിനു എന്ന് പറഞ്ഞ എൻ്റെ ഒരു സഹോദരി, എൻ്റെ സ്വന്തം സഹോദരി എന്ന് പറയുന്ന അവളെ കൊണ്ട് ഞാൻ ഇവർക്ക് സഹായം ചെയ്യിച്ചിട്ടുണ്ട്. ഇതിനു മുമ്പൊന്നും പല കേസുകൾ ഇടപെട്ടിട്ട് ഇതേപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ വയനാട് ഞാൻ സഹായം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അന്ന് രാഹുൽ ഗാന്ധി അവിടുത്തെ MP അല്ല, എന്നിട്ട് പോലും ഞാൻ സഹായം ചെയ്ത് എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി. കാരണം അവർ നമ്മുടെ എറണാകുളത്ത് ഇതേപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങൾ 2018 വെള്ളപ്പൊക്കം നേരിട്ടുള്ള സമയത്ത് ഈ സഹോദരന്മാരെ ഒന്നും എല്ലാ വീടുകളും ക്ലീനാക്കി തന്ന്, ഓരോ വീടുകളിലും കയറി ഇറങ്ങി ഇവര്, ചേട്ടാ ചേച്ചി നമുക്ക് ഈ പറഞ്ഞ കൂട്ട് നമുക്ക് വീട് ക്ലീൻ ആക്കാനുണ്ടാ, നിങ്ങളുടെ എല്ലാം എന്ത് വേണമെങ്കിൽ നമ്മൾ ചെയ്തു തരാം. നമ്മളന്ന് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു പോയി. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ അവിടെ വന്നുകൊണ്ട് ഷോ കാണിക്കാനുള്ള ഒരു ഇതില്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൽ പറയുന്ന എല്ലാവരും നിങ്ങൾ സഹായിക്കുക. അതേപോലെ തന്നെ അവർക്ക് വേണ്ടി അവിടെ എല്ലാ സാധനവും എത്തിക്കുക. അതേപോലെ തന്നെ ഈ പായ്, അതേപോലെ തലോണ എല്ലാവരും എത്തിക്കുക. ഹാവ് എ നൈസ് ഡേ. പ്ലീസ് സബ്സ്ക്രൈബ് ചാനൽ. എൻ്റെ അമ്മയാണ് അതിന്റെ അടി കിടക്കുന്നത്, എൻ്റെ സഹോദരിയാണ് അതിന്റെ ഇടയിൽ കിടക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്ക് വിഷമത്തിലാണ്. കാരണം എൻ്റെ സഹോദരനാണ് അതിൻ്റെ അടി കിടക്കുന്നത്, മണ്ണിൻ്റെ അടി കിടക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഏത് കാസ്റ്റും ജാതിയൊന്നും അല്ല ഇവിടെ നമ്മുടെ സഹോദരന്മാരാണ് അവിടെ കിടക്കുന്നത്. അവർക്ക് വേണ്ടി സഹായം എത്തിക്കുന്ന ആരും എന്ത് ചെയ്താലും ഞാൻ അവരുടെ കൂടെ നിൽക്കും, എൻ്റെ ജീവൻ കളഞ്ഞും. എന്താന്ന് പറഞ്ഞാൽ ഇത് യൂട്യൂബിൽ കൂടെ തള്ളൊന്നുമല്ല, ഉള്ള ഇതാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്ര വിഷമമുണ്ട്, ഞാൻ സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ സഹോദരന്മാർ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന 2018 വെള്ളപ്പൊക്കം വന്ന സമയങ്ങളിൽ ഈ സഹോദരന്മാർ ഇവിടെ വന്നിരിക്കുന്ന ഈ മനുഷ്യജന്മങ്ങൾ ഇവിടെ വന്ന് ചെയ്തിരിക്കുന്നത്, ഇനി അവരെ ആരെങ്കിലും ആയാൽ പോലും നമുക്ക് അവരെ സ്വന്തം ചേട്ടനും ചേച്ചിയും ഒക്കെ ആയിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പൊ എനിക്കത് സഹിക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടീവ് എനിക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആരും സബ്സ്ക്രൈബും ചെയ്യേണ്ട, ഒരു ലൈക്കും ചെയ്യേണ്ട. പക്ഷെ എൻ്റെ ഈ സഹോദരന്മാർക്ക് ചെയ്യുന്ന എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇത് കിട്ടുന്ന എല്ലാവരും ചെയ്യുക. ഞാൻ ഇന്നലെ അമ്മേനോട് തുറന്നു പറഞ്ഞു എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. എൻ്റെ എല്ലാ ശമ്പളങ്ങളും ഞാൻ അവർക്ക് കൊടുക്കുക. 3 മാസത്തെ ശമ്പളം ഞാൻ അവർക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടാനായിട്ടുള്ള ഞാനൊരു BEd കോളേജിൽ പോയി ചേർന്ന് എൻ്റെ പൊന്നു സഹോദരന്മാരെ, ഈ പറഞ്ഞ VD സതീശൻ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നേതാവെന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് ഞാൻ കണ്ടുപോയി.
അയാളുടെ അടുത്ത് അത് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് 1 ലക്ഷം രൂപ എനിക്ക് കിട്ടാനുണ്ട്. ആ ഇന്ന് കിട്ടണ നാളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി തരാണെങ്കിൽ ഞാൻ അത് വയനാടുള്ള എൻ്റെ സഹോദരന്മാർക്ക് ഞാൻ അത് കൊടുക്കും. എനിക്ക് ആ പൈസ വേണ്ട, അത് പോയ പൈസയാണ്. അത് നമ്മുടെ നേതാവായ VD സതീശൻ ചതിച്ചു കഴിഞ്ഞ്. അപ്പൊ ആ നേതാവ് നമ്മളെ ചതിച്ച് ആ പൈസ പോയി. പക്ഷേ ആ പൈസ ഇന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ സഹോദരന്മാർക്ക് ഇപ്പൊ ഞാൻ അത് സംഭാവന ചെയ്താനേ. അത്രക്ക് ബുദ്ധിമുട്ട് എൻ്റെ മനസ്സുകൊണ്ട് ഞാനിപ്പോ എൻ്റെ വിഷമം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ വിഷമത്തിലാണ്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എല്ലാവരും നമ്മുടെ ചാനൽ കാണാം, എല്ലാവരും സഹായത്തിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട്. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്ന ആംബുലൻസ് ഇതാണ് കേട്ടോ. ഇപ്പൊ സമയം 12:20 ആവുന്നു. നമ്മൾ ഏത് വഴി പോകുന്നത്? ഇരിട്ടി വഴിയല്ലേ? ഇരിട്ടിന്ന് പാൽച്ചുരം വഴിയാണ് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നത്. കാരണം ഈ 2 റോഡുകൾ നമ്മളിപ്പോഴും പോകുന്ന നെടുമ്പോയിലും അതുപോലെ അപ്പുറത്തുള്ള കുറ്റ്യാടി ചുരത്ത് വഴിയുള്ള ആ റോഡും ബ്ലോക്കാന്ന് അറിഞ്ഞത്. അപ്പം പാൽച്ചുരം വഴിയാണ് പോകുന്നത്. അപ്പൊ നമ്മുടെ ആംബുലൻസ് ശരിക്കും നോക്കിക്കോളൂ. ആ വരുന്ന വഴിക്ക് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമ്മുടെ ഈ വണ്ടി വരുന്ന വഴിക്ക് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, നമ്മളിപ്പോൾ ഇരിട്ടി വഴിയാണ് വരുന്നത്. ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളമായിട്ടോ ഭക്ഷണമായിട്ടോ ഡ്രസ്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഈ ആംബുലൻസിന്റെ പ്രത്യേകത ഇതാണ്. ICU NICU ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അറിയില്ല അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ICU ഉള്ള ആംബുലൻസ് കൊടുത്ത് പോകുന്നത്. കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ICU വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഷായ് കയറി, ഇതാണ് നമ്മുടെ ഷാഹിദ് കേട്ടോ. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പിന്നാമ്പുറത്തുള്ള ആളാരാണ്. ഷാഹിദാണ്. ഷാഹിദ് പഴയൊരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയി. ഷാഹിദ് എന്നെ വിളിച്ചു പറഞ്ഞു, ഇക്കാ നമ്മൾ ആംബുലൻസ് റെഡിയാണ്, നമുക്ക് ആംബുലൻസ് എടുത്ത് പോകാം. കാരണം അവിടെ ഒരുപാട് ആൾക്കാർക്ക് സഹായം ആവശ്യമുണ്ട്, സപ്പോർട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ഷാഹിദാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തത്. കേരളത്തിലുള്ള എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ്. ഒന്ന്, അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അതിപ്പോ മലയോര മേഖലയിലേക്കുള്ള യാത്രയാണെങ്കിൽ തീർത്തും ഒഴിവാക്കുക. രാത്രി യാത്ര ഒരു കാരണവശാലും ചെയ്യാതിരിക്കുക. പിന്നെ ജലാശയത്തിന്റെ സൈഡിലൂടെയുള്ള യാത്രയും പരമാവധി ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. അത്യാവശ്യമായ യാത്ര മാത്രം വളരെ സേഫായ റോഡിലൂടെ മാത്രം നടത്തുക. രണ്ടാമത്തെ കാര്യം, വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റിയും തൽക്കാലം ഈ ദിവസങ്ങളിൽ നടത്താതിരിക്കുക എന്നുള്ളതാണ്. 3, നാട്ടിൽ ഇതുപോലെ എന്തെങ്കിലും ഒരു ദുരന്തം സംഭവിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കപ്പെടുക. അത്തരത്തിലുള്ള ന്യൂസുകളൊന്നും നമ്മളിലൂടെ പ്രചരിക്കപ്പെടുന്നില്ല എന്ന് മേക്ക് ഷുവർ ചെയ്യുക. കിട്ടുന്ന ന്യൂസ് എല്ലാം തന്നെ റിയൽ ആണെന്ന് മേക്ക് ഷുവർ ചെയ്യുക. ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള അപ്ഡേറ്റ്സ് മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. 4, KSEB അറിയിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ സാഹചര്യത്തിൽ ലൈൻ കമ്പി പൊട്ടി വീണിട്ടൊക്കെ വലിയ അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയും ഏതെങ്കിലും സ്ഥലത്ത് ഇതുപോലെ ലൈൻ കമ്പി പൊട്ടി വീണതോ അല്ലെങ്കിൽ തൂണിന് ഡാമേജ് പറ്റിയതോ അങ്ങനെ എന്തെങ്കിലും കാര്യം ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ അതപ്പം തന്നെ 1912 അതായത് 1912 എന്ന നമ്പറിലേക്ക് വിളിച്ച് അറിയിക്കുക. ആൻഡ് 5ാമത്തേത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് എത്രയും പെട്ടെന്ന് മാറണം എന്ന് അതോറിറ്റി പറയുകയാണെങ്കിൽ ഒട്ടും ആലോചിച്ച് നിൽക്കാതെ സമയം കളയാതെ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറി താമസിക്കാൻ തയ്യാറാവും. താങ്ക് യു. നമസ്കാരം പ്രിയ സഹോദരന്മാരെ, ഇന്ന് വെളുപ്പിന് വയനാട് ഉരുൾപൊട്ടലിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച പ്രിയ സഹോദരന്മാർക്ക് നമുക്കെല്ലാവർക്കും അവർക്കൊരു താങ്ങായി നിൽക്കേണ്ടതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദുരിതം നടന്ന പ്രദേശത്തെ നിവാസികൾക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, ഭക്ഷ്യവസ്തുക്കൾ, അതുപോലെ നിത്യോപയോഗ സാധനങ്ങൾ എല്ലാം അവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മളാൽ കഴിയാവുന്ന രീതിയിൽ നമുക്ക് അവർക്കൊരു സഹായം ചെയ്യേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അപ്പം അതിനാൽ ഞങ്ങൾ ഈ പാലപ്പശ്ശേരിയിലുള്ള ഒരു പറ്റം യുവാക്കൾ ചേർന്നിട്ടൊരു കളക്ഷൻ സെൻറ്റർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്.
എല്ലാവരും ഞങ്ങളോട് അതുമായി സഹകരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അത് എത്തേണ്ട സ്ഥലത്ത് അതിൻ്റെ അർഹമായവർക്ക് ഞങ്ങളത് അവിടെ എത്തിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ വണ്ടിയിൽ ഞങ്ങളത് എത്തിച്ചു നൽകുന്നു. നമ്മളെ മേപ്പാടി ക്യാമ്പിലാണുള്ളത്. ഇത് ഈ കാര്യങ്ങൾ മൊത്തം ചുരൽമലയിലുള്ള ഈ കാര്യങ്ങൾ മൊത്തം കോർഡിനേറ്റ് ചെയ്യുന്ന ജ്യോതി സാറിന്റെ കൂടെ. നമുക്കിപ്പോ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ അവൈലബിൾ ആയിട്ട് വേണ്ട സാധനങ്ങൾ പുതപ്പ്, ബെഡ്ഷീറ്റ്, പായ് അങ്ങനെയുള്ള സാധനങ്ങളാണ് നമുക്കിപ്പം വേണ്ടത്. അതാണ് ഇപ്പം നമുക്ക് ലഭ്യമല്ലാതെ. ഇപ്പൊ ഉള്ള സാധനങ്ങളെല്ലാം തീർന്നു. ഏകദേശം 700 ആൾക്കാരാണ് 3 ക്യാമ്പുകളിലായിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ തന്നെ ഒരു 350 ആളുകളുണ്ട്. അവർക്ക് ഉള്ള അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്. ബാക്കി ഫുഡ് ഐറ്റംസ് ഒക്കെ ഏകദേശം എത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് പോരാ. അപ്പം ഫുഡിന്റെ കാര്യത്തില് ഫുഡ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു വന്ന ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പം കൃത്യമായിട്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, അതിൽ വിളിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. ഫേക്ക് ന്യൂസ് ഒരുപാട് വരുന്നുണ്ട്. അതിനനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആവശ്യങ്ങൾ ഒരുപാടുണ്ട്. ആവശ്യങ്ങൾ അതിനനുസരിച്ച് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് മാത്രം ചെയ്യാം. ഇനി ഒരുപാട് ദിവസങ്ങളിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്നത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആയിരക്കണക്കിന് ആളുകളാണ് വയനാട് ക്യാമ്പുകളിൽ താമസിക്കുന്നത്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ICC ക്ലബ്ബ് ഇവിടെ പൂക്കോട്ടുംപാടം പോലീസ് സ്റ്റേഷൻ റൂട്ടിൽ ഒരു കളക്ഷൻ പോയിന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ ഇവിടെ താഴെ പറയുന്നുണ്ട്. അതുപോലെ ഇതിന്റെ താഴെ ഞങ്ങൾ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിൽ വിളിച്ച് നിങ്ങൾക്ക് പറ്റാവുന്ന സാധനങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്ത് എത്തിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സാധനങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ ഇതിലൊന്ന് പറഞ്ഞു തരാം. പുതുവസ്ത്രങ്ങൾ, പാത്രങ്ങൾ, ബക്കറ്റ്, പാട്ട, സോപ്പ്, മെഡിസിൻ, സാനിറ്ററി പാഡുകൾ, അരി, പഞ്ചസാര, അതേപോലെ തന്നെ നിസ്കാര കുപ്പായം, പായ, അതേപോലെ ചെരുപ്പുകൾ. ഇതാണ് ഇവർക്ക് വേണ്ട സാധനങ്ങൾ എന്ന് വയനാട്ടിൽ നിന്നുള്ള മെമ്പർ അതുപോലെ ഫോറസ്റ്റ് ഓഫീസർമാർ നമ്മളെ വിളിച്ച് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എത്രയും പെട്ടെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ നമുക്കത് അവർക്ക് പെട്ടെന്ന് എത്തിക്കാം എന്നുള്ളതാണ് ഇതിൽ ഞാൻ പറയുന്നത്. അപ്പൊ മാക്സിമം ഇത് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഞങ്ങളെ വിളിച്ച് കോൺടാക്ട് ചെയ്ത് ഇതിലേക്ക് സാധനങ്ങൾ എത്തിച്ച് തരണമെന്ന് വിനീതമായിട്ട് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.